ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ നിയമത്തിൽ നിന്ന് യശയ്യാവിന്റെ പുസ്തകവും പുതിയ നിയമത്തിൽ നിന്ന് കൊലോസ്യർക്ക് എഴുതിയ ലേഖനവും റോമർക്ക് എഴുതിയ ലേഖനവും വെളിപ്പാടും ഒക്കെ നമ്മൾ കുറച്ച് ഭാഗങ്ങളായിട്ട് ചിന്തിച്ചു. റോമർക്ക് എഴുതിയ ലേഖനം നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വരെ ചിന്തിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വരെ ചിന്തിച്ചു എന്നാണ് കരുതുന്നത്. 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കഷ്ടം എന്ന് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ വരുന്ന കഷ്ടങ്ങളൊന്നുമല്ല, പൗലോസ് അപ്പോസ്തലന്റെ മനസ്സിൽ വരുന്ന കഷ്ടങ്ങൾ. നമുക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും ഉണ്ടാകും. അത് നമ്മൾ വലിയ കഷ്ടതയായിട്ട് കാണും. എന്നാൽ അതല്ല പൗലോസ് അപ്പോസ്തലന്റെ കഷ്ടത. അല്ലേ, കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്, പട്ടിണി, പൈതാഹം, അല്ലെ, ദാരിദ്ര്യ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന അവസ്ഥകൾ, അല്ലെ, അങ്ങനെ വിവിധമായിട്ടുള്ള സുവിശേഷം നിമിത്തം അല്ലെങ്കിൽ ശുശ്രൂഷ നിമിത്തമുള്ള കഷ്ടങ്ങളെ കുറിച്ചാണ് താൻ അധികമായും അവിടെ തന്റെ ലേഖനങ്ങളിൽ പരാമർശിക്കുന്നത്. തനിക്ക് ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ, ഭൗതികമായി വളരെയധികം ഉയർന്ന നിലവാരത്തിലുള്ള മനുഷ്യനായതുകൊണ്ടൊക്കെ ചപ്പും ചവറും എന്ന് എണ്ണിയത് കൊണ്ട് ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി അധികം പ്രാർത്ഥിക്കേണ്ട ആവശ്യം പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ചില്ല, അല്ലേ, നമ്മളെ പോലെ. കാരണം നമുക്ക് ഭൗതിക വിഷയങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അദ്ദേഹം ഭൗതിക വിഷയങ്ങളെല്ലാം ഉപേക്ഷിച്ച മനുഷ്യനാണ്. അതുകൊണ്ട് അതെല്ലാം ചപ്പും ചവറും എന്ന് എണ്ണിയത് കൊണ്ട് അദ്ദേഹത്തിന് ആ വിഷയങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കേണ്ടതില്ല. പിന്നെ എന്താണ് ശുശ്രൂഷ അനുഗ്രഹമായി തരിക, സഭകൾ അനുഗ്രഹമായി തരിക. തൻ്റെ കഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ സഭയെ പരിപാലിക്കുക, ശുശ്രൂഷിക്കുക, വിവിധ സ്ഥലങ്ങളിൽ പോവുക, വിവിധ ആപത്തുകൾ നിറഞ്ഞ അനുഭവങ്ങളിൽ കൂടെ പോവുക, ആ കഷ്ടങ്ങളിൽ താൻ പ്രശംസിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ കഷ്ടത എന്തിനെ കൊണ്ടിരുന്നത് എഴുതിയിരിക്കുക? സഹിഷ്ണുതയെ കൊണ്ടിരുന്നു. സഹിഷ്ണുത എന്ന് പറയുന്നത് ക്ഷമയാണ്. ക്ഷമ എന്നുള്ള പദത്തിന്റെ മറ്റൊരു പദമാണ് സഹിഷ്ണുത എന്ന് എഴുതിയിരിക്കുന്നത്. സഹിഷ്ണുത സിദ്ധതയെ കൊണ്ടിരുന്നു, സിദ്ധത പ്രത്യാശയെ കൊണ്ടിരുന്നു എന്ന് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. നമുക്ക് നന്മകൾ മാത്രം, വിടുതലുകൾ മാത്രമേ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ ദൈവം നമുക്ക് നന്മകൾ മാത്രം എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് എന്ന്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, സുവിശേഷം നന്മയുടെ മാത്രമാണ് അല്ലെങ്കിൽ അനുഗ്രഹങ്ങളുടെ മാത്രമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവനെ പഠിക്കുമ്പോൾ അങ്ങനെ മാത്രമല്ല, രണ്ട് അനുഭവങ്ങളിൽ കൂടെയും പലപ്പോഴും നമുക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും എന്നും. അനുഗ്രഹങ്ങൾ മാത്രമല്ല, വിടുതലുകൾ മാത്രമല്ല, കഷ്ടതയുടെയും ബുദ്ധിമുട്ടിന്റെയും ഭാരങ്ങളുടെ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. ദൈവം അത് ചിലപ്പോൾ അനുവദിക്കും എന്ന് നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിൽ തന്നെ യോബിന്റെ ജീവിതത്തിൽ നിന്ന് ദൈവം കഷ്ടത, ബുദ്ധിമുട്ട്, ഭാരം അനുവദിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, അല്ലെ. നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, ദോഷം വിട്ട് അകലുന്നവനായിരുന്നു, നല്ല മനുഷ്യനായിരുന്നിട്ടും, അല്ലെ, ദൈവം പിശാചിനെ അനുവദിക്കുകയാണ്. കഷ്ടതയിൽ കൂടെ താൻ സിദ്ധതയിലേക്ക്, സഹിഷ്ണുതയിലേക്ക്. സിദ്ധത എന്ന പദത്തിന്റെ അർത്ഥം സ്ഫുടം ചെയ്യുക. സ്ഫുടം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്വർണം, വെള്ളിയൊക്കെ തീക്കകത്തൂടെ ശോധന ചെയ്ത് പുറത്തു കൊണ്ടുവന്നത് ശുദ്ധിയുള്ളതായി തീർന്നതിന്റെ അഴുക്കുകളെല്ലാം മാറി അത് സ്ഫുടം ചെയ്തെടുക്കുന്നതിനെയാണ് സിദ്ധത എന്ന പദം ഉദ്ദേശിക്കുന്നത്. അപ്പൊ കഷ്ടതയിൽ കൂടെ കടത്തിവിട്ട് അതിൽ നിന്ന് ക്ഷമ പഠിപ്പിച്ച സഹിഷ്ണുത, ക്ഷമ പഠിപ്പിച്ച് ക്ഷമയിൽ നിന്ന് സ്ഫുടം ചെയ്ത് അല്ലെങ്കിൽ സിദ്ധത പഠിപ്പിച്ച് സിദ്ധതയിൽ നിന്ന് പ്രത്യാശയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു രീതി നമ്മുടെ ദൈവത്തിനുണ്ട് എന്ന് ദൈവത്തിൽ നമ്മൾ പഠിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയും. നമുക്ക് കർത്താവ് നമ്മെ ശിക്ഷിക്കുമോ എന്നൊരു ചിന്തയുണ്ട്, അല്ലെ. പുതിയ നിയമ വിശ്വാസിയെ കർത്താവ് ശിക്ഷിക്കുമോ? പഴയ നിയമ വിശ്വാസിക്കായിരുന്നു ശിക്ഷ മുഴുവൻ. പുതിയ നിയമ വിശ്വാസിയെ കർത്താവ് ശിക്ഷിക്കുവാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ പലയിടത്തുനിന്നും ഉയരാറുണ്ട്. എന്നാൽ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു പദം എഴുതിയിരിക്കുന്നു: മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷികയും വരരുത്. അപ്പൊ എന്തുണ്ട്? ശിക്ഷയുണ്ട്, അല്ലെ. ശാസനയുണ്ട്, ശിക്ഷയുണ്ട്. ഇതെല്ലാം കർത്താവിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്, അല്ലെ. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. ശിക്ഷ വരുന്നത് എന്തുകൊണ്ടാണ്? സ്നേഹം കൊണ്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ലതായി തീരണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്, അല്ലെങ്കിൽ നല്ലത് ചെയ്യണം. അവർ തെറ്റ് ചെയ്യുന്ന കണ്ടു കഴിയുന്നത് നമ്മൾ വഴക്ക് പറയും, നമ്മൾ അടിക്കും. എന്താ കാര്യം? അവർ നല്ലവരായി തീരണം, നല്ലത് ചെയ്തു വരണം, നല്ല രീതിയിൽ മുന്നേറണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അപ്പൻ അമ്മ അവരെ ശിക്ഷിക്കുന്നത് പോലെ പിതാവായ ദൈവം നമ്മെ ശിക്ഷിക്കും, അല്ലെ. പ്രതികൂലങ്ങളിൽ കൂടെ ചിലപ്പോൾ നമ്മെ കടത്തിവിടും. എന്തിനാണ്?
അവൻ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. പലപ്പോഴും നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. കുഞ്ഞുങ്ങളെ അടിക്കുമ്പോൾ അവർക്ക് മനസ്സിലെന്താ അക്സെപ്റ്റ് ചെയ്യാൻ, എന്നെ എന്തിനാ ഡാഡി അടിച്ച്, അല്ലെ മമ്മി എന്തിനാ അടിച്ച്, അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ട് എന്നെ അടിച്ചതെന്നുള്ള ചോദ്യം അവരുടെ ഉള്ളിൽ നിന്നുണ്ടാകും. എല്ലാവരും കരയും, എല്ലാവരും പ്രതികരിക്കും, അല്ലെ? അപ്പോൾ എന്ത് ചെയ്യും? പക്ഷെ നമ്മളെന്ത് ചെയ്യാം? അവരെ നല്ല രീതിയിലായിത്തീരണം, നല്ല വഴികൾ നടക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അവരെ ശിക്ഷിക്കുന്നത് പോലെ കർത്താവ് നമ്മെ ശിക്ഷിക്കുന്നു. ശിക്ഷ നിരസിക്കരുത്. അത് മാത്രമല്ല, അവൻ ശാസിക്കുമ്പോൾ മുഷിയരുത്. അവൻ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ശിക്ഷിക്കുന്നത്. താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. അപ്പോൾ ദൈവം ശിക്ഷിക്കുവാൻ അല്ലെ തല്ലുവാൻ അല്ലെ നേരെയാക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവം കൈക്കൊണ്ടത് കൊണ്ടാണ്. എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ എന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നത് കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴും അവിടെ ശിക്ഷയെ കുറിച്ച് പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പൊ കർത്താവിന് എന്തുള്ളത് കൊണ്ടാണ് ശാസിക്കുന്നത്? എന്തുള്ളതുകൊണ്ടാണ് ശിക്ഷിക്കുന്നത്? പ്രിയമുള്ളത് കൊണ്ടാണ് ശിക്ഷിക്കുന്നത്. ആകയാൽ അടുത്ത പദം, നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ശിക്ഷിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്ന നിലവാരത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വരാത്തത് കൊണ്ടാണ് ഒരുപക്ഷെ നമ്മളവരെ ശിക്ഷിക്കുന്നത്. അതുപോലെ ദൈവത്തിന്റെ ട്രാക്കിലേക്ക് നമ്മൾ വന്നില്ലെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന ദൈവ പദ്ധതിയിൽ കൂടെ നടന്നില്ല എങ്കിൽ ഒരുപക്ഷെ ശിക്ഷിക്കുവാൻ, ശാസിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് ദൈവനം പുതിയ നിയമം തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ജാഗ്രതയുള്ളവനായിരിക്കണം, മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. മാനസാന്തരം എന്നുള്ളത് പ്രോസസ്സാണ്. ഞാൻ 1981 രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ 2000 സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞ് ഇനി എനിക്ക് മാനസാന്തരത്തിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നവരായി തിരികെയല്ല ദൈവനെ പഠിപ്പിക്കും. നമ്മൾ ഓരോ ദിവസവും മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം. നമ്മെ തന്നെ ശോധന ചെയ്ത് ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കണം. തന്നെത്താൻ ശോധന കഴിക്കണമെന്ന് കഴിഞ്ഞ ആഴ്ച നാം കേട്ടു, അല്ലേ? അപ്പോൾ ജാഗ്രതയുള്ളവരായിരിക്കുക, മാനസാന്തരപ്പെടുക. അപ്പോൾ ഈ ശിക്ഷ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചിലപ്പോൾ അനുവദിക്കും. ഈ അനുവദിക്കുന്നത് നമ്മൾ കുറച്ചുകൂടെ സഹിഷ്ണുതയുള്ളവരായി, ക്ഷമയുള്ളവരായി തീരാൻ വേണ്ടിയാണ് ഈ കഷ്ടങ്ങളിലൂടെ കർത്താവ് നമ്മെ നടത്തുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ദൈവനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോസ്തലന്മാരായിരിക്കുന്ന കർത്താവിന്റെ ശിഷ്യന്മാരെക്കാൾ ദൈവനത്തിന് ഏറ്റവും ഉപയോഗിക്കപ്പെട്ടത് ആരാ? പൗലോസ് അപ്പോസ്തലനാണ്, അല്ലേ? കാരാഗ്രഹത്തിലായിരുന്നപ്പോഴും ലേഖനങ്ങൾ അദ്ദേഹം എഴുതി താൻ ശുശ്രൂഷയിൽ സഞ്ചരിച്ച് അപ്പോസ്തലന്മാരെക്കാൾ ശക്തമായി പ്രയോജനപ്പെട്ടവനാണ് എന്ന് അപ്പോസ്തലനാണ്. എന്നാൽ ശിഷ്യന്മാരെക്കാൾ, യേശുവിന്റെ ശിഷ്യന്മാരെക്കാൾ പ്രയോജനപ്പെട്ടവനാണെന്ന് നമുക്ക് ദൈവനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലും കഷ്ടതകളിലൂടെ കടന്നു പോകുവാനിടയായിട്ടുണ്ട്. കഷ്ടതകളിൽ അദ്ദേഹത്തെ ദൈവം ചിലത് പഠിപ്പിക്കുവാനിടയായിട്ടുണ്ട്. അദ്ദേഹം അനുഭവിച്ച ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് അപ്പോസ്തലപ്രവൃത്തികൾ 14-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 14-19 വാക്യങ്ങൾ തൊട്ട് വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് വേദപണ്ഡിതർ അഭിപ്രായപ്പെടുന്നതും പൗലോസ് അപ്പോസ്തലൻ 3-ാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത് ശരീരം കൂടെയോ ശരീരത്തോടു കൂടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. ദൂതന്മാരുടെ ഭാഷകളൊക്കെ ഞാൻ കേട്ടു. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് അദ്ദേഹത്തെ കുറിച്ച് തന്നെ പരാമർശിക്കുന്ന ഭാഗങ്ങൾ സംഭവിക്കപ്പെട്ടത് ഒരുപക്ഷെ ഈ സമയത്തായിരിക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്, പഠിപ്പിക്കുന്നവരുണ്ട്. എന്തായാലും ആ ഭാഗങ്ങളിൽ അദ്ദേഹം വളരെയധികം ഒരു പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയെന്ന് കാണാൻ കഴിയുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 14-19. എന്നാൽ അന്ത്യോക്യയിൽ നിന്ന് ഇക്കോന്യയിൽ നിന്നും അപ്പൊ യഹൂദന്മാർ അപ്പോസ്തലന് നേരെ തിരിഞ്ഞു, അല്ലെ പൗലോസിന് നേരെ തിരിഞ്ഞു. യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും വലിയൊരു കൂട്ടം ദൈവിക ശുശ്രൂഷയിലേക്ക്, പരിശുദ്ധാത്മാവിലേക്ക് അടുത്തു വരുന്നത് കാണുമ്പോൾ അവർക്ക് സഹിക്കാഞ്ഞതുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നുള്ള യഹൂദന്മാർ കൂടി വന്നു പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ച് പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു എന്ന് എഴുതിയിരിക്കണമെങ്കിൽ അവർ ഏകദേശം മരിച്ചു എന്ന് ഉറപ്പാക്കുന്ന രീതിയിലുള്ളൊരു ശിക്ഷ അവൻ നൽകിയിട്ടാണ്. അവൻ മരിച്ചു എന്ന് വിചാരിച്ചവനെ വലിച്ചുകൊണ്ട് പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കയിൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു. അവരെ നമുക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കാം. ഒരുപക്ഷെ അവർ ചുറ്റി നിന്ന് പ്രാർത്ഥിച്ചു കാണും, നമുക്കറിയില്ല. അല്ലെങ്കിൽ ആത്മാവിൽ അവർ ഒരുമിച്ച് പൗലോസിന് വേണ്ടി ആഗ്രഹിച്ചു കാണും. എന്തായാലും അല്ലെങ്കിൽ ചുറ്റി നിന്ന് അവർ വീക്ഷിച്ചു കാണും. എന്തായാലും അവർ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പൗലോസ് എന്ത് ചെയ്തു? എഴുന്നേറ്റു. പിറ്റേന്നാൾ ബർന്നബാസിനോടുകൂടെ ദർബയ്ക്ക് പോയി. അപ്പൊ മരിച്ചെന്ന് കരുതി വിചാരിച്ചു പട്ടണത്തിന് പുറത്തേക്ക് ഇടച്ചു കളഞ്ഞവനാണ്. എന്നാൽ
പ്രാർത്ഥനയെങ്കിൽ അല്ലെങ്കിൽ ആ കഷ്ടതയുടെ നടുവിൽ അല്ലെങ്കിൽ ദൈവം അവന് കൊടുത്ത നിയോഗപ്രകാരം ബർന്നബാസിനോടുകൂടെ ദർബയ്ക്ക് പോകുവാനുള്ള ശക്തിയും അഭിഷേകവും ദൈവം അവന് പകർന്നു കൊടുത്തു കഷ്ടതയ്ക്കകത്ത്. എന്നാൽ ദൈവം ആ കഷ്ടതയെ അനുവദിച്ചില്ലേ? ആ ആക്രമണം, യഹൂദന്മാരുടെ ആക്രമണം അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കഷ്ടതയിൽ കൂടെ തന്നെ സഹിഷ്ണുതയിലേക്ക് അല്ലെങ്കിൽ സിദ്ധതയിലേക്ക്, പ്രത്യാശയിലേക്ക് അധികം ഉറപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം അത് അനുവദിച്ചത്. എന്നാൽ അവൻ ചുറ്റും നിൽക്കുന്ന ശിഷ്യന്മാർ ചുറ്റും നിൽക്കുന്ന സമയത്ത് അവൻ എഴുന്നേറ്റ് വീണ്ടും ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നത് കാണാൻ കഴിയും. 21-ാം വാക്യം, ആ പട്ടണത്തിലെ സുവിശേഷം അറിയിച്ച് പലരെയും വീണ്ടും ശിഷ്യരാക്കി. ശരീരത്തിൽ എത്ര മുറിവുകൾ ഉണ്ടായിരുന്നതാണ് അല്ലേ? ശരീരത്തിൽ ഒരു ചെറിയ മുറി വന്നു കഴിഞ്ഞാൽ നമ്മൾ 2 ദിവസം റെസ്റ്റ് എടുക്കാൻ ചിന്തിക്കും. എന്നാൽ അദ്ദേഹത്തിന് റെസ്റ്റ് ഇല്ലാതെ ദർബയ്ക്ക് പോയി. അത് മാത്രമല്ല ലുസ്ത്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്ന പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചത്. ഈ മടങ്ങിച്ചതിന് ശേഷം തന്നെ അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം അവരോട് പറയുന്നുണ്ട്. എന്താണ്? 22-ാം വാക്യം, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന അനേകം കഷ്ടങ്ങളിൽ കൂടാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. വിശ്വാസത്തിൽ നിലനിൽക്കണം. മാത്രമല്ല അനേക കഷ്ടങ്ങൾ എനിക്ക് സംഭവിച്ചതുപോലെ വരാൻ സാധ്യതയുണ്ട് അല്ലെ? നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ദൈവനെ ശുശ്രൂഷിക്കുന്നവർക്കെതിരെ വിരോധമായി പ്രതിസന്ധികൾ ഉണ്ടാകുന്നല്ലേ? ഇന്ത്യ മഹാരാജ്യത്തിൽ ഉണ്ടാകുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കഷ്ടങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും അല്ലെ? ശുശ്രൂഷ നിമിത്തം ഭാരങ്ങൾ വരും. എന്നാൽ അതിന്റെ നടുവിൽ വിശ്വാസത്തിൽ നിലനിൽക്കണം. പതറിപ്പോകാൻ, പിന്തിരിഞ്ഞു പോകാൻ പാടില്ല. മാത്രമല്ല കഷ്ടങ്ങളിൽ കൂടെ എന്ത് ചെയ്യണം? നടക്കേണ്ടതാകുന്നു ഇല്ലേ? പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു. സംഖ്യാപുസ്തകം പഠിക്കുമ്പോൾ മോശയെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. മോശയെ കുറിച്ച് 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ മോശയെ കുറിച്ച് പറയുന്നത്, സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ മോശയെ കുറിച്ച് പറയുന്നത്, മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. നോക്കണമേ, മോശ അതിസൗമ്യനായിരുന്നു അല്ലേ? അവിടെ എഴുതപ്പെട്ടിരിക്കുകയാണ്, വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ മോശയുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മോശ സൗമ്യനായിരുന്നു അല്ലല്ലേ? മോശ കൊലപാതകം ചെയ്തു അല്ലേ? ഇസ്രായേലിനെ അടിച്ചു കൊന്ന് അവിടെ നിന്ന് ഓടിപ്പോകുന്ന നമുക്ക് കാണാൻ കഴിയും. ദേശത്ത് നിൽക്കുവാൻ കഴിയാതെ അവനെ അടിച്ചു കൊന്നിട്ട് ഓടിപ്പോയ മനുഷ്യനാണ് മോശ അല്ലെ? പ്രതികരിക്കുന്ന, ദേഷ്യമുള്ള, അല്ലെങ്കിൽ അവിടെ മോശ നിന്നായിരുന്നെങ്കിൽ എബ്രായർക്ക് വിരോധമായി നിൽക്കുന്ന സകല മിസ്രയീമിനെ മോശ കൊന്നു കളഞ്ഞേനെ. തന്റെ മേൽ അധികാരമുണ്ട്, താൻ കായികമായി കാര്യങ്ങൾ അഭ്യസിക്കപ്പെട്ടവനാണ്, ഫറവോന്യ അധികാരമുള്ളവനാണ്. അതുകൊണ്ട് കണ്ടവരെല്ലാം മോശ തട്ടിക്കളഞ്ഞേനെ. എന്നാൽ മോശയെ ദൈവം അവിടെ നിർത്തുവാൻ അനുവദിക്കാതെ മോശ യിത്രോവിന്റെ ആടുകളെ മേയ്ക്കേണ്ടതിനായി 40 വർഷം മരുഭൂമിയിലേക്ക് ദൈവം അയച്ചു. ആരെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലെ? പ്രവാസ ജീവിതത്തിൽ നമ്മളൊക്കെ ആയിരിക്കുന്ന പോലെ നമ്മളൊക്കെ ദൈവത്തിന്റെ കൃപയാൽ അല്ലെ മരുഭൂമിയിൽ മാത്രം ഒറ്റപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ടല്ലേ? ഒട്ടകങ്ങളോട് മാത്രം സഹകരിക്കുന്ന, ആടുകളോട് മാത്രം സഹകരിക്കുന്നവരുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിയേ. മനുഷ്യനെ ഒന്നും കാണാൻ കഴിയുന്നില്ല അല്ലെ? ഒട്ടകങ്ങളും ആടുകളും മാത്രമാകുന്ന മരുഭൂ പ്രയാണത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കിയേ. മോശയ്ക്ക് അങ്ങനെ ഒരു ജീവിതം ഉണ്ടായിരുന്നു. വെറും 1-2 വർഷങ്ങളല്ല, 40 വർഷം ആടുകളെ മേയിച്ചുകൊണ്ട്, യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമിയിലായിരുന്നു അദ്ദേഹം. സംസാരിക്കാൻ അധികമായിട്ടൊന്നും ആൾക്കാരില്ല, ആളുകളോട് മാത്രം സംസാരിച്ച് താൻ മിക്കനായി മാറി അല്ലേ? എന്നാൽ നോക്കണം, എങ്ങനെ ഉണ്ടായിരുന്ന മനുഷ്യനാണ് അല്ലേ? എത്ര പവറുള്ളൊരു മനുഷ്യനായിരുന്നു, എത്ര അധികാരമുള്ളൊരു മനുഷ്യനായിരുന്നു, എത്ര ധൈര്യവും തീഷ്ണതയും, ഒരാളെ കൊന്നുകളയുന്നതൊക്കെ ഉള്ള ധൈര്യവും തീഷ്ണതയും ഉള്ള മനുഷ്യനായിരുന്നു. എന്നാൽ കഷ്ടങ്ങളിൽ കൂടെ ദൈവം കടത്തിവിട്ടു. 40 വർഷം പ്രതിസന്ധികളിൽ കൂടെ, കഷ്ടങ്ങളിൽ കൂടെ കടത്തിവിട്ടപ്പോൾ അദ്ദേഹം ആ കഷ്ടങ്ങളിൽ കൂടെ സഹിഷ്ണുത പഠിച്ചു. ഹല്ലേലൂയ. ക്ഷമ പഠിച്ചപ്പോൾ ഹോരേബിന്റെ പർവ്വതത്തിൽ ദൈവം ഇറങ്ങി വന്നിട്ട് മോശയോട് പറയുന്നുണ്ട്, നീ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുവാനായിട്ടുള്ള സമയമായി തീർന്നിരിക്കുന്നു, ഇനി നിനക്ക് വരാം, നീ സൗമ്യനായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ കുറിച്ച് പിന്നത്തേതിൽ എഴുതിയിരിക്കുന്നത്, ഭൂതലത്തിൽ ഉള്ള സകല മനുഷ്യരും അതിസൗമ്യനായിരുന്നു. 12-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ മോശയെ കുറിച്ചുള്ള ചില പരാമർശങ്ങൾ നടത്തിയവരെ കുറിച്ചുള്ള ഭാഗങ്ങൾ കാണാൻ കഴിയുന്നു. ഒന്ന് വായിക്കാം. 12-ന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യം. മോശ കുശസ്ത്രീ എനിക്കൊന്ന് സുഡാനാണെന്ന് തോന്നുന്നത്. സുഡാനിയായിരുന്ന ഒരു ഈജിപ്റ്റാണ് സുഡാനാണെന്ന് വിശ്വസിക്കുന്നു. കുശസ്ത്രീയെ വിവാഹം ചെയ്യുന്നത് കൊണ്ട് മിര്യാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു. പക്ഷേ ഇതൊക്കെ ഇവര് വിവാഹം കഴിച്ചത് ഒരു കുശസ്ത്രീയെ. പക്ഷേ മോശയ്ക്ക് വിരോധമായി സംസാരിക്കുമ്പോൾ അവര് കുശസ്ത്രീയുടെ കാര്യമല്ല പറഞ്ഞത്.
ഇല്ല. പുരുഷസ്ത്രീ മുഹൂർത്തമാണ് മിര്യാനും അഹരോനും ഇഷ്ടക്കേട് സംസാരിച്ചത്. പക്ഷെ താഴോട്ടുള്ള ഭാഗങ്ങൾ പുരുഷസ്ത്രീയെ കുറിച്ചൊന്നും പറയുന്നില്ല. അത് വേറെ ചില കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ? എന്താ പറയുന്നത്? മോശയ്ക്ക് മാത്രമേ അരുളപ്പാടുള്ളൂ അല്ലേ? ഞങ്ങളും പ്രവചിക്കുന്നവരല്ലേ, ഞങ്ങളും അല്ലേ ശുശ്രൂഷിക്കുന്നവരല്ലേ, ഞങ്ങളും വെളിപ്പാട് പറയുന്നവരല്ലേ. മോശയ്ക്ക് മാത്രമേ വെളിപ്പാടുള്ളൂ, മോശയ്ക്ക് മാത്രമേ പ്രവചനമുള്ളൂ, മോശ മാത്രമേ ദൈവം മോശക്ക് മാത്രമേ അരുളി ചെയ്യുന്നുള്ളൂ, ഞങ്ങളിൽ കൂടെ അരുളി ചെയ്യും. യഹോവ അത് കേട്ടു. മോശ പ്രതികരിക്കാൻ ഒന്നും പോയില്ല അല്ലെ? മോശ എന്ത് മനുഷ്യൻ, ഇങ്ങനെയുള്ള മനുഷ്യനായിരുന്നു. അവൻ ഈ കഷ്ടങ്ങളിൽ കൂടെ ഒക്കെ കടന്നു പോയതുകൊണ്ട് 40 വർഷം ആടുകളുടെ കൂടെ ആയതുകൊണ്ട് നല്ലതായിട്ട് ക്ഷമ പഠിച്ചു, നല്ലതായിട്ട് സഹിഷ്ണുത പഠിച്ചു. എനിക്ക് ഇത്രയും എടുത്ത് പെരുമാറി കാണും മോശ അല്ലേ? അപ്പോൾ അതുപോലെ നല്ലതായിട്ട് ക്ഷമ പഠിച്ച മനുഷ്യനായിട്ട് മാറി. അതുകൊണ്ട് അദ്ദേഹം പ്രതികരിക്കാനൊന്നും പോയില്ല. പക്ഷെ യഹോവ അത് കേട്ടു. നമ്മൾ പല വിഷയങ്ങളിലും പ്രതികരിച്ചില്ലെങ്കിൽ പ്രതികരിക്കുന്ന ഒരു ദൈവമുണ്ട്, കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ മൗനമായിരിപ്പീൻ. യഹോവ ദൈവമെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ മൗനമായിരിപ്പീൻ. അവൻ സംസാരിക്കുന്ന ദൈവമാണ്, പ്രതികരിക്കുന്ന ദൈവമാണ്. നമുക്ക് കഴിവില്ലാത്തടത്ത്, നമുക്ക് ബലമില്ലാത്തടത്ത്, നമുക്ക് വോയിസ് ഇല്ലാത്തടത്ത് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നുണ്ട്. മോശ സൗമ്യനായിരുന്നു, മോശയ്ക്കൊന്നും പ്രതികരിക്കുവാനില്ലായിരുന്നു. എന്നാൽ ദൈവം യഹോവ അത് കേട്ടിട്ട് അവരോട് സംസാരിക്കുകയാണ്. യഹോവ മോശയോടും അഹരോടും മിര്യാമിനോടും നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരും എന്റെ അടുത്ത് വാ, സമാഗമന കൂടാരത്തിൽ വാ. യഹോവ മേഘസ്തംഭത്തിൽ ഇറങ്ങി സംസാരിച്ച അഹരോനും മിര്യാമിനും വന്ന് കൂടാരവാതിൽക്കൽ നിന്നിട്ട് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ ഇറങ്ങി വന്നിട്ട് മേഘസ്തംഭത്തിൽ ഇറങ്ങി വരിക. ഒരു മനുഷ്യനോട് മുഖാമുഖമായി സംസാരിക്കുന്നത് പോലെ സമാഗമന കൂടാരത്തിൽ മേഘത്തിൽ ഇറങ്ങി വന്ന് ദൈവം മോശയോട് സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ അഹരോനെ മിര്യാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, വാ, നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അവരോട് എന്നപ്പോൾ പിന്നെ അവൻ അരുളി ചെയ്തത്, എന്റെ വചനങ്ങളെ കേൾപ്പീൻ. ദൈവമാണ് സംസാരിക്കും. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ഇച്ചിരി മുമ്പ് രണ്ടാമത്തെ വാക്യത്തിൽ നിങ്ങൾ പറഞ്ഞല്ലോ, മോശയ്ക്ക് മാത്രമാണ് പ്രവചനമുള്ളത്, മോശയ്ക്ക് മാത്രമാണ് അരുളപ്പാടുള്ളത്, ഞങ്ങൾ പ്രവാചകന്മാരല്ലേ, ഞങ്ങൾ അരുളപ്പാടുകൾ ഉള്ളവരല്ലേ എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അത് കേട്ടിട്ട് കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ ഞാൻ അവന്റെ ദർശനത്തിൽ വെളിപ്പെടും. ഞാൻ ദർശനത്തിൽ വെളിപ്പെടും. ഞാൻ അതിനകത്ത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ദർശനത്തിൽ വെളിപ്പെടുന്നവനാണ്. സ്വപ്നത്തിൽ സംസാരിക്കും. കാരണം പ്രവാചകനായ ഒരു പ്രവാചകനെ തെരഞ്ഞെടുക്കുന്ന ദൈവമാണ്, ഒരു ശുശ്രൂഷ പകരുന്ന ദൈവമാണ്, വെളിപ്പാട് നൽകുന്ന ദൈവമാണ്, അരുളപ്പാടുകൾ നൽകുന്ന ദൈവമാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. ഞാൻ സ്വപ്നത്തിൽ ഇടപെടുന്നവനാണ്, ദർശനത്തിൽ സംസാരിക്കുന്നതാണ്. പക്ഷെ എന്നാൽ മോശയെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ കർത്താവ് പറയാണ്, നിങ്ങളോടൊന്നും ഇടപെടുന്നത് പോലല്ല ഞാൻ മോശയോട് ഇടപെടുന്നത്. എന്റെ ദാസനായ മോശയോ അങ്ങനല്ല. അവൻ എന്റെ ഗ്രഹത്തിൽ വിശ്വസ്തനാകുന്നു. അവനോട് ഞാൻ അരുളി ചെയ്യുന്നത് മറപൊരുളായിട്ടല്ല, അഭിമുഖമായിട്ട്, സ്പഷ്ടമായിട്ട്. അവനെ യഹോവയുടെ രൂപം കാണുകയും നിങ്ങൾ ഒരേ ട്രാക്കിൽ മോശയെ അഹരോനെ മിര്യാമിനെ എല്ലാം കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാൽ യഹോവയായ ദൈവം പറയാണ്, ഞാൻ സമ്മതിക്കത്തില്ല. അവരോടൊക്കെ ഞാൻ സ്വപ്നത്തിൽ ഇടപെടുന്നുണ്ട്, ദർശനത്തിൽ ഇടപെടുന്നുണ്ട്, വെളിപ്പാടിൽ സംസാരിക്കുന്നുണ്ട്. എന്നാൽ മോശയോട് ഞാൻ സംസാരിക്കുന്നത് സ്പഷ്ടമായിട്ടാണ്. മേഘത്തിൽ ഇറങ്ങി വന്ന അഭിമുഖമായി ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട്, സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലാണ് എന്റെ ദാസനായ മോശയോട് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ ആഗ്രഹമുള്ളവരെന്ന് ദൈവത്തെ ശ്രദ്ധിക്കാൻ കഴിയുമോ? വെളിപ്പാടുകൾ വചനത്തിൽ കൂടെ, ദർശനത്തിൽ കൂടെ, പ്രവചനത്തിൽ കൂടെ ദൈവം സംസാരിക്കുന്നത് മാത്രമല്ല, എന്നാൽ ആ ധാരണ തെറ്റാണെന്ന് തിരുത്തുന്നതാണ് അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ. സൂര്യനെ വെല്ലുന്നൊരു വെളിച്ചം പ്രകാശിക്കുകയാണ്. ആ പ്രകാശത്തിനകത്തു നിന്നൊരു ശബ്ദം വെളിപ്പെടുകയാണ്, നീ ഉപദ്രവിക്കുന്ന
വെളിപ്പെടുത്തുന്നവനായ ക്രിസ്തുവാണ്. അതൊരു ശബ്ദമായിരുന്നു. അപ്പോൾ പുതിയ നിയമത്തിൽ സംസാരിക്കുവാൻ കഴിയുന്നവൻ ആരെന്ന് പൗലോസിനോട് സംസാരിച്ച അതേ ദൈവം അനന്യാസ് എന്ന പ്രവാചകനോട് സംസാരിക്കുകയാണ്. നിർവീതിയുടെ തെരുവിൽ, കഴിഞ്ഞ ആഴ്ച കേട്ടാന്ന് തോന്നുന്നല്ലേ, നിർവീതിയുടെ തെരുവിൽ യൂദയുടെ ഭവനത്തിൽ ഒരു മനുഷ്യൻ പ്രാർത്ഥനയോടെയായിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്ന പദം പ്രാർത്ഥിക്കുന്നു എന്നാണ്. ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം പൗലോസ് അപ്പോസ്തലൻ ചെയ്യുകയാണ്. അവൻ പ്രാർത്ഥിക്കുന്നു. ഇന്നു വരെ പ്രാർത്ഥിച്ചിട്ടില്ലല്ലേ ആ മനുഷ്യൻ? ആരെന്ന് യേശു കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? യേശു കർത്താവ് ആരാണെന്ന് അറിയത്തില്ല, എന്നാൽ അവൻ പ്രാർത്ഥിക്കുകയാണ്. തന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിയോഗം എങ്ങനെ വെളിപ്പെടുത്തി എന്തായി തീരുമെന്ന് അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അനന്യാസ് എന്ന മനുഷ്യൻ വരുന്നു. ഞാൻ ഭാഗം അങ്ങനെ വിടട്ടെ. കർത്താവ് പുതിയ നിയമത്തിലും സ്പഷ്ടമായി സംസാരിക്കുന്ന ദൈവമാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ടത്? അനന്യാസോട് സംസാരിച്ചെങ്കിൽ, പൗലോസ് അപ്പോസ്തലനോട് സംസാരിച്ചെങ്കിൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ശമൂവേലേ എന്ന് വിളിക്കുന്ന ശബ്ദം പോലെ പഴയ നിയമത്തിൽ നമ്മോട് സംസാരിക്കുവാൻ കഴിയുന്ന ഒരു പുതിയ നിയമത്തിലെ സർവശക്തനായ ദൈവമുണ്ടെന്ന് അവൻ ക്ഷമയിലൂടെ പോയി സഹിഷ്ണുതയുള്ളവനായി മാറി. അല്ലേ, ഒരാളെ തല്ലിക്കൊന്ന് കൊലപാതകം നടത്തി കുഴിച്ചുകൂടിയ മനുഷ്യനാണ് ദൈവം എങ്ങനെ ഉപയോഗിച്ച് സൗമ്യമുള്ളവനായി വിഷയങ്ങളോട് പ്രതികരിക്കാതെ അവന് വേണ്ടി ദൈവം ഇറങ്ങി വരേണ്ട രീതിയിൽ അവൻ സൗമ്യനായിരുന്നു. അങ്ങനെ ചിന്തിച്ചു നോക്കിയേ, ദൈവം ഇടപെടേണ്ട രീതിയിൽ അവൻ സൗമ്യനായിരുന്നു. അവൻ ആരോഗ്യം പ്രതികരിച്ചില്ല. അവരോടും മിര്യാമിനോടും ഒന്നും സംസാരിച്ചില്ല, തിരിച്ചൊന്നും പറഞ്ഞില്ല. അത് കേട്ടപ്പോൾ ദൈവത്തിന് സഹിച്ചില്ല. ദൈവം പറഞ്ഞു, ഞാൻ അതിൽ വന്ന് സംസാരിക്കാം, നീ സൗമ്യനായ മനുഷ്യനാണ്. അപ്പോൾ സൗമ്യതയിലേക്ക്, സഹിഷ്ണുതയിലേക്ക് കടന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പിൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നല്ലോ. ഈ ക്ഷമ, ദീർഘക്ഷമ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ലേ. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം അന്നേരം നമ്മൾ നടക്കണം, അല്ലേ? ആ മാസം അല്ലെ ആ ആഴ്ച നടക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ചിലപ്പോൾ ആ വിഷയമൊന്നും നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നടക്കത്തില്ല. ചിലപ്പോൾ അതിന് മാസങ്ങളെടുക്കും, ആഴ്ചകളെടുക്കും. എന്നാൽ ചില വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാത്തത് പെട്ടെന്ന് കയറി വരികയും ചെയ്യും. ഇതെല്ലാം ദൈവത്തിന്റെ കരങ്ങളിലുള്ളതാണ്. എന്നാൽ നാം ദീർഘക്ഷമയുള്ളവരായിരിക്കണം. എങ്ങനെ ദീർഘക്ഷമയോടെ ഇരിക്കാനാണ് പറയുന്നത്? കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിക്കുകയും. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം. ഒരു കൃഷിക്കാരൻ മഴയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതുപോലെ കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിക്കും. നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുകയും കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കും. സഹോദരന്മാരെ, എന്തെങ്കിലും ഒരുവന്റെ നേരെ മറ്റൊരാൾ സംസാരിക്കണമെന്നൂടല്ല എഴുതിയിരിക്കുന്നത്. ഞരങ്ങിപ്പോകരുത്, ഞരക്ക പോലും പാടില്ല. ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. എന്തുകൊണ്ടാണ്? കാരണം ന്യായാധിപതിയായ ദൈവം ആദ്യമൊക്കെ നിൽക്കുന്നു. സഹോദരന്മാരെ, നമുക്ക് മുമ്പേ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട ശുശ്രൂഷകന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്. അവർ കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയി. അവരുടെ ദീർഘക്ഷമ എത്ര ഉണ്ടായിരുന്നു എന്ന് ചിന്തിച്ച് അതിനെ വിചാരിച്ചു കൊടുക്കും. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിനെ കുറിച്ച് അവിടെ പരാമർശിക്കുകയാണ്. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തി അവസാനം കണ്ടുപിടിക്കുന്നു. എന്താ യോബിന് വരുത്തിയ അവസാനം എന്തായിരുന്നു? യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിന്റെ സ്ഥിതിയെ തന്നെ ദൈവം മാറ്റി മറിച്ചു, അല്ലേ? പക്ഷെ ആ സമയം വരെ അദ്ദേഹം സഹിഷ്ണുതയുള്ളവനായി മാറി, അല്ലേ? തന്റെ ഭാര്യ കുറ്റം പറഞ്ഞപ്പോഴും തന്റെ സ്നേഹിതന്മാരൊക്കെ വന്ന് കുറ്റം പറഞ്ഞപ്പോഴും അവനെ പല പല കാര്യങ്ങൾ പറഞ്ഞ് വിധിച്ചപ്പോഴും ഒന്നും തന്റെ സഹിഷ്ണുത ക്ഷമ വിട്ട് യോബ് മാറിയില്ല, അല്ലേ? യോബ് അവസാനം വരെ ദൈവത്തിന് വേണ്ടി ഞാൻ അവന്റെ
അല്ലേ? ഞാൻ ഈ പൊടിയിൽ നിന്ന് പൊടിയിന്മേൽ ഞാൻ നിൽക്കും അല്ലെ? ആ വാക്യം എന്താണ്? പൊടിയിന്മേൽ ഞാൻ നിൽക്കും അല്ലേ? അല്ലേ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് അല്ലേ? ഈ പൊടിയിൽ ഞാൻ നിൽക്കും അല്ലേ? കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി വരെ വെയിറ്റ് ചെയ്യുന്നതാണ് അല്ലെ? മനുഷ്യനാണ്. ഈ ദേഹം ഇങ്ങനെ നശിച്ചു പോയാലും കർത്താവിന് എനിക്ക് വേണ്ടി ഒരു വാക്യം വായിച്ചു. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, അവനൊടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ തൊക്കിങ്ങനെ നശിച്ച ശേഷം അതായത് അതിന്റെ പൊക്കോട്ട്, എന്നാലും ഞാൻ ദേഹസഹിതനായി. എന്തോ സഹിഷ്ണുതയാണെന്ന് ആലോചിച്ചു. നമുക്കൊരു മുള്ളു കാലം കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് അന്ന് മുഴുവൻ നമ്മൾ പറയും ഒരു മുള്ളു കാലം കൊണ്ടാൽ ദൈവം അനുവദിച്ചു അല്ലേ? കൈ ഒന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ന് പറയും കൈയോടെ മുട്ടാൻ ദൈവം അനുവദിച്ചു. നമ്മുടെ അകത്തേക്ക് പെട്ടെന്ന് പോകുന്ന ചിന്തയാണ്. വണ്ടി ഒന്ന് ആക്സിഡന്റ് ആയ നമ്മളെന്ന് പറയും വണ്ടി ഇടിച്ചാൽ ദൈവം അനുവദിച്ചു. ഇവ അനുവദിച്ചിട്ടില്ലേ വന്നത് അല്ലേ? എന്നൊരു ചിന്ത നമ്മുടെ അകത്തേക്ക് വരും അല്ലേ? എന്നാൽ ഈ മനുഷ്യൻ നോക്കിയേ, ഇത്രയും പ്രതിസന്ധികളിൽ കൂടെ പോയിട്ടും തന്റെ ശരീരം അളിഞ്ഞു തീർന്നാലും അദ്ദേഹം വിശ്വസിക്കുകയാണ്, ഞാൻ ദേഹസഹിതനായി. എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. കൊടുങ്കാറ്റിൽ എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവരെ കാണുന്ന ഒരു സമയം എനിക്കുണ്ട്. അതുകൊണ്ട് യോബിന്റെ സഹിഷ്ണുതയെ കുറിച്ച് ചിന്തിക്കുവാൻ അവിടെ എഴുതിയിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവുള്ളവനുമാണല്ലോ. എത്ര പ്രതിസന്ധികളിൽ കൂടെ നീ കടന്നു പോയാലും യോബിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, അവന്റെ അവസാനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അവൻ സഹിഷ്ണുതയുള്ളതായതുകൊണ്ട്, അവൻ സഹിഷ്ണുവാനായി ക്ഷമയുള്ളവനായതുകൊണ്ട്, ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരുന്നതുകൊണ്ട് അവന്റെ അവസാനം അനുഗ്രഹമായി. സഹിഷ്ണുത എന്ന പദത്തിന്റെ അർത്ഥം ജയിക്കുന്ന ആത്മാവെന്നാണ്. അതിന്റെ മൂല അർത്ഥം കൊടുത്തിരിക്കുന്നത് ജയിക്കുന്ന ആത്മാവ്. എന്തു പ്രതിസന്ധികൾ വന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് അവസാന നിമിഷം വരെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് വരെ വിശ്വസിച്ചുകൊണ്ട് ജയിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശിശുബോധന്റെ വിഷയങ്ങളൊക്കെ നമ്മൾ ഒരു സമയത്ത് പ്രാർത്ഥിച്ചിരുന്നല്ലോ. ശിശുബോധ പല പ്രാവശ്യം എൻ്റെ വണ്ടി വരുന്ന സമയത്തിനോട് പറയാറുണ്ട്, വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല, ഞാൻ ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കും. അതൊരു വലിയൊരു കാര്യം അല്ലേ? നമ്മളെല്ലാം പരാജയപ്പെട്ടു പോകുന്ന ഒരു അനുഭവങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യമാണ്, ഞാൻ വിട്ടുകൊടുക്കത്തില്ല, ഞാൻ പ്രാർത്ഥിക്കും, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി ഞാൻ ജാഗരിച്ചിരിക്കും. അതൊരു നല്ലൊരു രീതിയാണത്. അതാണ് ജയിക്കുന്ന ആത്മാവെന്ന് പറയുന്നത്. പ്രതിസന്ധി വരുമ്പോൾ, കഷ്ടം വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ ഭാരപ്പെട്ട് നിരാശരായി തിരികെയല്ല, ജയിക്കുന്ന ആത്മാവിനാൽ സഹിഷ്ണുതയുള്ളവരായി ദീർഘക്ഷമയോടെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായി തീരുക. ഒന്ന് വരുന്നതിലേക്ക് 2 വരുന്നതിലേക്ക് നമുക്ക് വരാം. രണ്ടാമത്തെ പദം ഇതാണ് സഹിഷ്ണുത. അത് കഴിഞ്ഞ് സിദ്ധത. അതേ കൂടെ പറഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് ആരാധിക്കാൻ പോവുകയാണ്. സിദ്ധത എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞത്, സ്ഫുടം ചെയ്യുക, തീയിൽ കൂടെ കടന്നു വിടുക. ഒരു പൊന്ന് ശുദ്ധീകരിക്കപ്പെട്ട് പുറത്തു വരുന്നത് പോലെ നമ്മെ തീയിൽ കൂടെ കടത്തി വിടുക. അതിനാണ് സിദ്ധത എന്ന് പറയുന്നത്. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലൂടെ വായിച്ച് നമ്മൾ ഒരുമിച്ച് ആരാധിക്കാൻ പോയ സമയം നമ്മുടെ മുമ്പിലില്ലല്ലോ. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെ. സഹോദരന്മാരെ, സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും, നോക്കണമേ, മക്കതോനിയ സഭ എങ്ങനെയായിരുന്നു? കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നു. അവിടെ എന്തൊക്കെയാ സംഭവിച്ചത് നമുക്ക് അറിയത്തില്ല. പക്ഷെ വലിയ കഷ്ടതയിൽ കൂടെയാണ് പോയത്. എന്നാൽ അവരെ കുറിച്ച് പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. അവർ കഷ്ടത എന്ന കഠിന ശോധനയിൽ ആയിരുന്നു വെച്ചാൽ അതിനകത്തൂടെ പോവുക, അതിനൊരു വ്യത്യാസമില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആ കഷ്ടതയുടെ കണ്ടിന്യൂസില് അത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും അവരുടെ അങ്ങനെ എഴുതിയിരിക്കുന്നത് കഷ്ടത ഒരു ഭാഗത്തൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സന്തോഷ സമൃദ്ധി. ഒരു പക്ഷേ ഭൗതികമായ വിഷയത്തിലായിരിക്കും അവർ കഷ്ടം അനുഭവിച്ചത്. പക്ഷേ സഭാരാധനയിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവിൽ അവർക്കൊരു സന്തോഷമുണ്ട്, ദൈവസന്നിധിയിൽ അവർക്കൊരു സന്തോഷമുണ്ട്. അതുകൊണ്ട് അവരെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് കഷ്ടതയുടെ തീച്ചുകൂടയിൽ കൂടെ കഠിനതയിൽ കൂടെ അവർ കടന്നു പോയിട്ടും അവർ സന്തോഷ സമൃദ്ധിയായിരുന്നു. പിന്നെ കണ്ടോ, ഇതിന്റെ ദാരിദ്ര്യം ഉണ്ടായിരുന്നു. അവർ രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് എഴുതിയിരിക്കുക. ഒരു സ്ഥലത്ത് മഹാദാരിദ്ര്യത്തിൽ കൂടെ കടന്നു പോവുകയാണ്, കഷ്ടതയിൽ കൂടെ കടന്നു പോവാണ്. അതിന്റെ ഇടയ്ക്ക് അപ്പോസ്തലൻ എഴുതിയ ഒരു സന്തോഷ സമൃദ്ധി ഉണ്ടായിരുന്നു. വായിച്ചത് ദാരിദ്ര്യം ധാരാളം, ഇത്രയും പ്രതിസന്ധികളൊക്കെ അവിടെ കടന്നു പോയിട്ടും ധാരാളം ഔദാര്യം കാണിപ്പാൻ
അവർ ധാരാളം ഔദാര്യം കാണിക്കുന്നവരായിത്തീർന്നു. എനിക്ക് ഞങ്ങൾക്കില്ലേ ഇല്ലേ എന്ന് പറയുന്നവരായിരുന്നില്ല. അവർ ഉള്ളതിൽ നിന്ന് മക്കതോന്യ സഭ കൊടുക്കുന്നവരായിരുന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും ധർമ്മവും കൂട്ടായ്മ സംബന്ധിച്ച് വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. കണ്ടോ, പറയാൻ കഷ്ടതയിൽ കൂടെ കാഠിന്യത്തിൽ കൂടെ പോയൊരു ജനമാണ്, ദാരിദ്ര്യത്തിൽ കൂടെ പോയൊരു ജനമാണ് അല്ലേ. എന്നാൽ സന്തോഷ സമൃദ്ധിയിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ജനം. എന്നാൽ അവരെന്ത് ചെയ്തു? സഹായത്തിനുള്ള ധർമ്മം കൊടുക്കുവാൻ, കൂട്ടായ്മ കൊടുക്കുവാൻ അവർ വളരെ ഉത്സാഹമുള്ളവരായി താല്പര്യമുള്ളവരായി തീർന്നു. കാരണം ഞാൻ പറഞ്ഞ സാരം എന്നാണ് സിദ്ധത. അവര് അതൊരു ക്വാളിറ്റിയാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലെ. കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോഴും സിദ്ധത പ്രാപിക്കുക എന്നുള്ളത് ഒരു ക്വാളിറ്റിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. പത്രോസ് 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങളുടെ നമുക്ക് വായിക്കണം. നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന പരിശോധനകൾ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടിയെന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. എന്തായാലും ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഇവിടെ ഈ പ്രതിസന്ധി കഷ്ടം എന്നൊക്കെ പറയുന്നത് ക്രിസ്തുവിന്റെ സുവിശേഷ നിമിത്തമുള്ള കഷ്ടങ്ങളാണ്, നമ്മുടെ കഷ്ടങ്ങളല്ല. എങ്കിലും നമുക്കത് നമ്മുടെ ജീവിതത്തിലേക്ക് കൂടെ താരതമ്യപ്പെടുത്തിക്കൊണ്ടിരാം. ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു അപൂർവ കാര്യം വന്ന് കരുതി അതിശയിച്ചു പോകരുത്. എന്ത് ചെയ്യണം? ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. യേശു നിമിത്തം കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ, സുവിശേഷ നിമിത്തം നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള പ്രതിസന്ധികൾ നമുക്കില്ല അല്ലെ. സുവിശേഷ നിമിത്തം കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ, കർത്താവ് നിമിത്തം കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾ വെറുതെ ആയി തീരത്തില്ല. നിങ്ങളുടെ ലൈഫ് വേസ്റ്റ് ആയി പോകത്തില്ല. ആരാധിക്കുന്നത് കൊണ്ട്, പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, ദൈവസഭയിൽ വരുന്നതുകൊണ്ട്, ദൈവസാന്നിധ്യം അനുഭവിക്കുന്നതുകൊണ്ട്, സുവിശേഷം പറയുന്നത് കൊണ്ട്, അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ട്, സ്നാനപ്പെടുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതം വേസ്റ്റ് ആയി പോകത്തില്ല. നിങ്ങൾക്ക് ഉല്ലാസത്തിന്റെ ഒരു സമയമുണ്ട്. എപ്പോഴാണ്? അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ക്രിസ്തു നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാൽ, നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നു. മഹത്വത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വലിയൊരു പ്രത്യക്ഷത നമുക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിൽ നമുക്ക് ഉല്ലസിച്ച് ആനന്ദിപ്പാനിടയായിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്നതുകൊണ്ടാണ് നമ്മൾ പാടുന്നത് കഷ്ടങ്ങൾ സാരമില്ല അല്ലെ. അത് നമുക്ക് പാടാം. കഷ്ടങ്ങൾ സാരമില്ല, സാരമില്ല.